പ്രിയ കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സയൻസിൻ്റെ യൂണിറ്റ് 2 വ്യാധികൾ പടരാതിരിക്കാൻ എന്നതിൻ്റെ 2ാം ഭാഗമാണിത്. ഇതിനു ശേഷം 1ാം ഭാഗം പോയി കാണണം. ക്ലാസ്സിനൊപ്പം പഠന പ്രവർത്തനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ്സിലെ സയൻസ്, സോഷ്യൽ, ഹിന്ദി, 7ാം ക്ലാസ്സിലെ സയൻസ്, സോഷ്യലൊക്കെ എടുക്കുന്നുണ്ട്. കൂടാതെ ദിനാചരണ ക്വിസ് വീഡിയോകളൊക്കെ നൽകുന്നുണ്ട്. അതൊക്കെ എല്ലാവരും കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ ക്ലാസ്സിൽ നമ്മൾ രോഗങ്ങളെയും രോഗാണുവാഹകരെയൊക്കെ കുറിച്ചാണ് പഠിച്ചത്. ഇനി അടുത്തത്, രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒന്നാമതായി പറയുന്നത് കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ ഇല്ലാതാകും, അല്ലേ? നമ്മുടെ വീടിൻ്റെ പരിസരം മാത്രം കൊതുകിനെ ഇല്ലാതാക്കിയാൽ മതിയോ? പോരാ, എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കണം, അല്ലേ? ഇതാ ഇവിടെ 2 രോഗാണുവാഹകർ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. കൊതുക് പറയാണ്, ഇവിടെ ഇനി രക്ഷയില്ല, മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. അപ്പോൾ ഈച്ച എന്താ പറയുന്നത്? ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല, അതാണ് അവർ പറയുന്നത്. കൊതുക് പെരുകുന്നത് തടയാനുള്ള ചില മാർഗങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഒന്നെന്താണ്? വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പായ്ച്ചെടികളും നീക്കൽ, ഓടകൾ ശുചിയാക്കൽ, അല്ലേ? ഇവയൊക്കെയാണ് കൊതുക് പെരുകുന്നതിനുള്ള തടയാനുള്ള മാർഗങ്ങൾ. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കുപ്പികളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും പ്ലാസ്റ്റിക് കവറുകളിലും ചിരട്ടകളിലും അതൊക്കെ എന്ത് ചെയ്യണം? നീക്കം ചെയ്യുക, അല്ലേ? എന്നാൽ എന്ത് ചെയ്യണം? വെള്ളം കെട്ടിക്കിടക്കുന്നിടത്തൊക്കെ കൊതുക് വന്ന് മുട്ടയിടാൻ സാധ്യതയുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റിച്ചെടികളും പായ്ച്ചെടികളിലൊക്കെ, അല്ലേ? അവിടേക്ക് വേസ്റ്റ് സാധനങ്ങൾ ഉണ്ടാവും, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൊതുക് വന്ന് മുട്ടയിട്ട് പെരുകും. ഓടകളിൽ അഴുക്കുചാലുകൾ, ഇവയൊക്കെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അതൊക്കെ എന്ത് ചെയ്യണം? ശുചിയാക്കണം. അപ്പോൾ ഓക്കെ, അടുത്തത് എന്തൊക്കെയാണ് പറയുന്നത്? കൊതുക് കടി ഏൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? സന്ധ്യാസമയത്ത് വാതിലുകളും ജനലുകളും അടച്ചിടുക. കൊതുക് വല ഉപയോഗിക്കാം, കൊതുക് ബാറ്റ് ഉപയോഗിക്കാം, കൊതുക് തിരി ഉപയോഗിക്കാം. ഗുഡ് നിങ്ങൾക്കറിയില്ലേ? കറണ്ടിൽ കുത്തിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സ്മെല്ല് വരുന്നിടത്തൊന്നും കൊതുക് വരില്ല. ഇതൊക്കെ കൊതുകിനെ തുരത്താനുള്ള മാർഗങ്ങളാണ്. രോഗം വരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം മതിയോ? പോരല്ലേ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇതവിടെ ഒരു ടേബിൾ നൽകിയിട്ടില്ലേ? അതിൽ എന്താ പറയുന്നത്? രോഗങ്ങൾ, ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക, ഭക്ഷിത സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈച്ചകളൊക്കെ വന്നിരുന്ന്, കാഷ്ടത്തിലൊക്കെ പോയിരിക്കുന്ന ഈച്ചകൾ ഭക്ഷണ സാധനങ്ങൾ വന്നിരുന്നിട്ട് രോഗാണുവാഹകരാണ് അവർ, അല്ലേ? എന്ത് രോഗം കൊണ്ടുവരും. അത് നമ്മൾ കഴിക്കും, നമ്മളറിയാതെ കഴിക്കും, നമുക്ക് അസുഖങ്ങൾ വരും. നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടാമത് എന്താണ്? വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അല്ലേ? ഏതൊക്കെയാണത്? നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. മൂന്നാമത്തത് എന്താണ്? മണ്ണിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ, അല്ലേ? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? വിരശല്യങ്ങളൊക്കെ. അപ്പോൾ ചെരുപ്പ് ഉപയോഗിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ചെരുപ്പ് ഉപയോഗിക്കണം. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ, അതായത് മലിനജലത്തിലൂടെ നടക്കാനോ ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടെ നടക്കാനൊന്നും പാടില്ല. മുറിയിൽ കാൽമൊക്കെ മുറി ഉണ്ടാവുകയാണെങ്കിൽ. കാരണം എന്താണ്? ഇപ്പോൾ എലിമൂത്രമൊക്കെ ഉണ്ടല്ലോ, എലിമൂത്രത്തിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഒഴുകി വരുന്ന വെള്ളത്തിലുണ്ടാവും. അപ്പോൾ അതിലൂടെയാണ് നമ്മളെ മുറിക്ക് ഇൻഫെക്ഷൻ വരും. അങ്ങനെ എലിപ്പനിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവുകളിലൂടെ ഇൻഫെക്ഷൻ കയറിയിട്ട് പിന്നെ ട്രീറ്റ് എടുക്കേണ്ടൊക്കെ ആവശ്യം വരികയാണ്. അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറികൾ എന്നിവയെല്ലാം ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം? ഇത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അല്ലേ? കൊതുക് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? വെള്ളം കെട്ടിക്കിടക്കുന്നത് നോക്കണം, അതൊക്കെ ഒഴിവാക്കണം. പാർപ്പിടങ്ങളിൽ, അതായത് സ്കൂളിൻ്റെയൊക്കെ ചുറ്റുമുള്ള പാഴ്വസ്തുക്കളും പുല്ലുകളൊക്കെ ഒഴിവാക്കുക, കുറ്റിച്ചെടികളൊക്കെ, അല്ലേ? അതിൻ്റെ ജൈവാവശിഷ്ടങ്ങളൊന്നും അവിടെ കൂട്ടിയിടാതിരിക്കുക. അപ്പോൾ ഈച്ചയൊക്കെ വന്ന് പെരുകും, കൊതുകൊക്കെ പെരുകും, എലികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതിരിക്കുക. നമ്മുടെ കേരളത്തിൽ ഹരിത കേരളം, അതായത് വൃത്തി പച്ചപ്പിലൂടെ എന്നൊക്കെ പറഞ്ഞ ലക്ഷ്യം വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ
എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും പ്ലാസ്റ്റിക് കവറുകൾ ശേഖരിക്കാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, തൊടുവിലേക്ക് വലിച്ചെറിയാതെ അത് ശേഖരിച്ച് കൂട്ടി വെക്കുക. അത് അവർ കൊണ്ടുപോകും. ചില്ലറ 50 രൂപയൊക്കെ കൊടുത്താൽ അവർ കൊണ്ടുപോകും. അത് അപ്പോൾ എന്ത് ചെയ്യും, തൊടുവിലേക്ക് വലിച്ചെറിയില്ല. അവിടെ കവറുകളൊക്കെ കൂടി നിന്ന് വെള്ളം കെട്ടി നിന്ന് കൊതുകും ഈച്ചയൊന്നും പരക്കാതെ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പകർച്ചവ്യാധികൾ മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും സസ്യങ്ങളിലും ഒക്കെ ബാധിക്കാറുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് പത്രവാർത്തകളാണ്. കോഴികൾ കൂട്ടത്തോടെ ചാകുന്നു. വീണ്ടും പക്ഷിപ്പനി. പന്നിപ്പനി, പക്ഷിപ്പനി അതൊക്കെ ബാധിച്ചിട്ട് കുറേ മൃഗങ്ങളും പക്ഷികളൊക്കെ ചത്തൊടുങ്ങിയിട്ടുണ്ട്. പക്ഷിപ്പനിയൊക്കെ ബാധിച്ചിട്ട് കുറേ പക്ഷികളെയും താറാവുകളെയൊക്കെ കൊന്നൊടുക്കിയിട്ടുണ്ട്. മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നുണ്ട്. സസ്യങ്ങളിലെ പകർച്ചവ്യാധികളാണ് താഴെ തന്നിട്ടുള്ളത്. നെല്ലിലെ പകർച്ചവ്യാധി അസുഖം ഏതാണ്? ഇലകളിലൊക്കെ തവിട്ട് ഇലപ്പുള്ളി വരിക. പയറിലെ മൊസൈക്ക് രോഗം. പയറിലയിലൊക്കെ കണ്ടില്ലേ പുള്ളികളൊക്കെ വന്നിട്ടുള്ളത് അല്ലേ. അടുത്തത് തെങ്ങിലെ കൂമ്പ് ചീയൽ. സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? കണ്ടെത്തി എഴുതൂ. സസ്യങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ വായ, കുറുനാമ്പ് രോഗം, ഇത് കൂമ്പ് ചീയലാണ്. തക്കാളി, വാട്ടരോഗം, പച്ചക്കറികൾ, പൂപ്പൽ. ജന്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ: പക്ഷികളെ പക്ഷിപ്പനി ബാധിക്കും. ആട്, പശു ഇവയെ ആന്ത്രാക്സ് എന്ന രോഗം. നായ, പൂച്ച ഇവയെ പേവിഷബാധ. വവ്വാല്, നിപ്പ. കന്നുകാലികളെ കുളമ്പ് രോഗങ്ങൾ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ശുചിത്വശീലങ്ങൾ. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ തന്നെ വ്യക്തി ശുചിത്വവും പ്രാധാന്യം അർഹിക്കുന്നു. ചില ശീലങ്ങൾ നോക്കൂ. ഇതിലേതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ? ടിക്ക് ചെയ്യൂ. ഭക്ഷണത്തിന് ശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. നല്ല ശീലമാണോ? അല്ല. ഭക്ഷണത്തിന് മുമ്പും കൈ കഴുകണം. ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം പല്ലു തേക്കാറുണ്ട്. നല്ല ശീലമാണ് അല്ലേ. കൈകാലുകളിലെ നഖങ്ങൾ വെട്ടാറില്ല. നല്ല ശീലമല്ല. ആഴ്ചയിലൊരിക്കൽ നഖങ്ങൾ വെട്ടി നന്നാക്കണം. പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. നല്ല ശീലമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചളിയിലും മണ്ണിലൊക്കെ ചവിട്ടിയിട്ട് അതിലുള്ള ബാക്ടീരിയകളും സൂക്ഷ്മജീവികളും നമ്മുടെ ശരീരത്തിലേക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷികൾ കടിച്ചിട്ട പഴങ്ങൾ കഴിക്കാറുണ്ട്. നല്ല ശീലമല്ല, കഴിക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ വവ്വാലൊക്കെ കടിച്ചിട്ടതാണെന്നുണ്ടെങ്കിൽ പക്ഷിപ്പനി അല്ലെങ്കിൽ നിപ്പയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് കഴിക്കാൻ പാടില്ല. തുറന്നു വെച്ച് വിൽക്കുന്ന ആഹാര സാധനങ്ങൾ, ആഹാരപാനീയങ്ങൾ കഴിക്കാറില്ല. നല്ല ശീലമാണ്. അതായത് ഈച്ചയൊക്കെ വന്നിരിക്കും തുറന്നു വെച്ച ആഹാര സാധനങ്ങളിൽ, അതൊന്നും കഴിക്കാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ തുപ്പാൻ പാടില്ല. കാരണം നമ്മുടെ ഉമിനീരിൽ, നമ്മുടെ കഫത്തിലൊക്കെ കീടാണു അസുഖങ്ങൾ, സൂക്ഷ്മജീവികളൊക്കെ ഉണ്ടാകും. അത് മറ്റുള്ളവർക്കൊക്കെ പകരാനും അസുഖങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. നല്ല ശീലം. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യുക. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നു. അതായത് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെയല്ല. നമ്മുടെ ശരീരത്തിന് ബാധിക്കുന്ന പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവിക പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്താറുണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യും, രോഗപ്രതിരോധശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. മക്കളെ, നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ അംഗൻവാടികളിലേക്കോ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കോ ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കോ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുത്തിവെപ്പ് നൽകാറുണ്ട്, അല്ലെങ്കിൽ തുള്ളിമരുന്ന് നൽകാറുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. രണ്ടാമത്തേത് കുത്തിവെപ്പിലൂടെ ആകുന്ന ആർജിത രോഗപ്രതിരോധ ശേഷി. മനസ്സിലായില്ലേ? മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായിരുന്ന വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളും നമ്മൾ അതിജീവിച്ചത് ഈ പ്രതിരോധ കുത്തിവെപ്പിലൂടെയാണ്. നമ്മൾ അതിജീവിച്ച മഹാമാരി COVID-19 ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്.
COVID-19 നമ്മൾ അതിജീവിച്ചു അല്ലേ? അതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഏതൊക്കെയായിരുന്നു? കോവാക്സിൻ, കോവിഷീൽഡ് അല്ലേ? ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിനുകൾ എടുക്കേണ്ടത്? 16 വയസ്സിനുള്ളിൽ എടുക്കേണ്ട വാക്സിനുകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. മക്കളെ, ഇവിടെ വാക്സിനേഷൻ്റെ ചാർട്ട് നൽകിയിട്ടുണ്ട്. ജനനം മുതൽ 6 ആഴ്ച, 10 ആഴ്ച, അങ്ങനെ 16 വയസ്സ് വരെ എടുക്കേണ്ട ഒരു വാക്സിനേഷൻ്റെ ചാർട്ടാണ്. ഇതിൻ്റെ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കാം. പോളിയോ വാക്സിൻ, പ്രായം ജനിച്ച ഉടനെ. രോഗം പോളിയോ, ജനിച്ച ഉടനെ തുള്ളിമരുന്നായിട്ടാണ് കൊടുക്കുക. അടുത്തത് BCG, ജനിച്ച ഉടനെ നൽകുന്നതാണ്. ക്ഷയരോഗത്തിനെതിരെയുള്ള കുത്തിവയ്പ്പാണ് BCG. അടുത്തത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ, 10 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് രോഗം ടെറ്റനസ് ഡിഫ്തീരിയ. അടുത്തതാണ് RVV, റോട്ടോ വൈറസ് വാക്സിൻ. ഇത് പ്രായം 6 ആഴ്ചകളിൽ കൊടുക്കുക, 10 ആഴ്ച, 14 ആഴ്ച. ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, തേർഡ് ഡോസ്, അങ്ങനെയാണ് ഇത് കൊടുക്കുക. ഇതിൻ്റെ അസുഖം വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു വയറിളക്കമുണ്ട്. ആ വയറിളക്കത്തിനെതിരെയുള്ളൊരു കുത്തിവെപ്പാണ് ഈ RVV, റോട്ടോ വൈറസ് വാക്സിൻ. നമുക്കൊരു വാക്സിനും കൂടി എഴുതി ചേർക്കുക. MR വാക്സിൻ, മീസിൽസ് റൂബെല്ല വാക്സിൻ. ഇതിൻ്റെ പ്രായം 9 മാസം, 16, 24 മാസം. മക്കളെ, എന്താണ് മീസിൽസ് എന്ന് പറഞ്ഞാൽ? 5ാം പനി എന്നാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പേര്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ദോഷമുണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പല അവയവങ്ങളെയും അത് ബാധിക്കും. BCG നമ്മൾ പറഞ്ഞു. അടുത്തത് OPV, ഓറൽ പോളിയോ വാക്സിൻ. ഇത് വായിലൂടെ തുള്ളിമരുന്നായിട്ട് നൽകണതാണ് ജനിച്ച ഉടനെ. അടുത്തത് നൽകുന്നത് HEP B, ഹെപ്പറ്റൈറ്റിസ് B. ഇതും ജനിച്ച ഉടനെ കുട്ടികൾക്ക് നൽകുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറഞ്ഞാൽ ഇതൊരു തരം മഞ്ഞപ്പിത്താണ്, രക്തത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം. ഇത് ജനിച്ച ഉടനെ നൽകുന്നതാണ്. പോളിയോ വാക്സിനേഷൻ പറഞ്ഞു. 6 ആഴ്ചകളിൽ, 14 ആഴ്ചകളിൽ സെക്കൻഡ് ഡോസ്, 9 മാസം തേർഡ് ഡോസ്. അടുത്തത് RVV, റോട്ടോ വൈറസ് വാക്സിൻ നമ്മൾ പറഞ്ഞു. അടുത്തത് PCV, ന്യൂമോകോക്കൽ കൺജുഗേറ്റ് വാക്സിൻ. ഇത് ചുമ പനിക്കൊക്കെ എതിരെയുള്ള വാക്സിനാണ്. MR, മീസിൽസ് റൂബെല്ല. ഇത് നമ്മൾ പറഞ്ഞു 5ാം പനിക്കെതിരെയുള്ളത്. TBD, ഡിഫ്തീരിയ, ടെറ്റനസ് അസുഖങ്ങൾക്കൊക്കെ ഉള്ള വാക്സിനാണ്. അടുത്ത TD, ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസ് എന്താണ്? നമ്മൾ വീണ് എവിടെയെങ്കിലും മുറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ എന്തായാലും ആ മുറിയിലൂടെ ഈ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതിനെതിരെയുള്ള വാക്സിനാണ്. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധ മാർഗങ്ങളും സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ജനങ്ങളിലേക്ക്, ആളുകളിലേക്ക് അറിവെത്തിക്കേണ്ടത്? നാടകം കളിക്കുക, പാവനാടകം ആവാം, കാർട്ടൂണ്, പോസ്റ്ററുകൾ, സെമിനാറുകൾ, ഷോർട്സ് ഫിലിമുകൾ, പ്രസംഗങ്ങൾ, അല്ലേ? അതൊക്കെ ആവാം. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത്. മക്കളെ, നമ്മുടെ ഈ 2ാമത്തെ യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നിൽക്കാം.